ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വ്ളോഗ് ആയിട്ട് 1 മാസത്തിൽ കൂടുതലെങ്ങാണ്ടായി. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഗായ്സ്, ഇന്നലെ ഞങ്ങൾ സർവമായ എന്ന് പറഞ്ഞൊരു മൂവി കാണാൻ പോയായിരുന്നു. നല്ലൊരു മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും ഒക്കെ ഒരുപോലെ കാണാൻ പറ്റുന്ന മൂവിയാണ്. ആക്ടർ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്നൊക്കെ പറയാം, ഒരു സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയാം, കോമഡി സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയാം. നല്ലൊരു സിനിമയാണ്, ഭയങ്കര കോമഡിയാണ് അത്. അതിനകത്ത് പിന്നെ ആക്ടർ അജു വർഗീസ് ഒക്കെ ഉണ്ട്. നല്ലൊരു മൂവിയാണ്, എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ പോയി കാണണം. നല്ലൊരു സിനിമയാണ്. ഇന്നലെ വ്ളോഗ് എടുക്കാനെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ടായിരുന്നു എടുക്കാൻ. സർവമായ എന്ന് പറഞ്ഞാൽ നല്ലൊരു മൂവിയാണ്, എല്ലാവരും പോയി കാണണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ ഡ്രസ്സും കൂടെ ഒന്ന് മാറി. അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയൊക്കെ വരുന്നു, ഡ്രസ്സൊക്കെ ഒന്ന് മാറി. പിന്നെ ക്രിസ്മസിൻ്റെ വീഡിയോ ഇടാൻ അവിടെ ഭയങ്കര ഇതായിരുന്നു, ഇവിടെ കരോളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്മസിൻ്റെ. പിന്നെ ഇവിടെ ഒരു സ്റ്റാർ ഇട്ടായിരുന്നു, പക്ഷേ രാത്രിയാണ്, നല്ല രസം. അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റാർ ഇട്ടായിരുന്നു, അതുകൊണ്ട് നല്ല രസമാണ്, ഉണ്ടോ? പിന്നെ ഇവിടെ ഒരു ബൾബുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ. ഉണ്ടോ? ഇവിടെ ഒരു ബൾബും കൂടെ ഉണ്ട്, പക്ഷെ രാത്രി കാണാൻ രസം, രാത്രി കാണാൻ നല്ല രസമാണ്. പിന്നെ ന്യൂ ഇയർ അല്ലേ, എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തോ? ഞാനും എടുത്തു ന്യൂ ഇയർ റെസൊല്യൂഷൻ. പിന്നെ കുറേ പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ്. ഗായ്സ്, ഇന്നെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അപ്പവും കടലയും, നല്ല ചൂട് കടലയും നല്ല ചൂടപ്പവും. അപ്പം നമുക്ക് നേരെ കഴിച്ചിട്ട് വരാം. ഗായ്സ്, പിന്നെ നിങ്ങൾക്ക് പ്രാങ്ക് വീഡിയോ വേണമെങ്കിൽ പ്രാങ്ക് എന്ന് പറഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഗായ്സ്, ഇപ്പോൾ ജനുവരി അല്ലേ, പക്ഷേ ഇതാണ്ട് ഇവിടെ നേരത്തെ മാമ്പ് പിടിച്ചു. കണ്ടോ, ഇങ്ങനത്തെ കുറേ മാമ്പുണ്ട്, 1, 2, 3 ഉണ്ട്, കുറേ മാമ്പുണ്ട്, ഉണ്ടോ? പിന്നെ ഇവിടെ പേരമരവും ഉണ്ട്, പേരമരം. ഇവിടെ കുറേ പേരയ്ക്ക് പിടിക്കാറുണ്ട്, ഉണ്ടോ? ഇവിടെ കുറേ മുമ്പേ പിടിക്കായിരുന്നു, കുറച്ച്. ഇപ്പം എല്ലാം കിളി കൊത്തിക്കൊണ്ട് പോവുക, ഇപ്പം എല്ലാം കിളിയാണ് കൊത്തിക്കൊണ്ട് പോകുന്നത്. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്, നിങ്ങൾക്ക് സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ ഒരു ജാരികസാരയുണ്ട്. ഇവിടെ രാത്രി കിടക്കുമ്പോൾ സുഖമാണ്, ഇങ്ങനെ കിടക്കും, ഇങ്ങനെ കാലും വെച്ചുണ്ട്. പിന്നെ കാശ് ഇവിടെ രാത്രി ഭയങ്കര തണുപ്പാണ്, രാത്രി ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഡിസംബറൊക്കെ ആണെങ്കിൽ തണുപ്പോടെ തണുപ്പായിരുന്നു. എനിക്ക് പിന്നെ ഡിസംബറൊക്കെ ഭയങ്കര പനിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു വ്ളോഗൊക്കെ ഒന്നും എടുക്കാൻ ഭയങ്കര ഇതായി. പിന്നെ അതുകൊണ്ട് ഇവിടെ കുറേ പൂവൊക്കെ ഉണ്ട്, മഞ്ഞപ്പൂ, പിന്നെ ഇവിടെ തെറ്റിപ്പൂവുണ്ട്, പിന്നെ ഇവിടെ ഈ റോസ് ചെമ്പരത്തി ഉണ്ട്. ചെമ്പരത്തി അല്ലല്ലോ, എൻ്റെ പേരെന്ത്? പിന്നെ ഇവിടെ പിന്നെ ഇവിടെ ഇവിടെ റോസ് കളർ ഒരു പൂ പിടിക്കുമായിരുന്നു, ഇപ്പോൾ പിടിക്കത്തില്ല. പിന്നെ അതുകൊണ്ട് ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പക്ഷെ ഇത് കുറേ നാളിന് മുമ്പേ വെച്ചാൽ ഇനിയിപ്പോൾ പെതുക്കെ പിടിച്ച് വരത്തുള്ളൂ. പിന്നെ ഇവിടെ റോസ് കളർ തെറ്റിയുണ്ട്. പിന്നെ ഒരു വൈറ്റ്, പിന്നെ ഒരു ഇതിൻ്റെ തന്നെ
ഇതിൻ്റെ തന്നെ വൈറ്റ് തന്നെ ഉണ്ട്, കണ്ട കാണിച്ചു തരാം. ഇതിൻ്റെ തന്നെ വൈറ്റ് കളറുണ്ട്. കണ്ടോ ഇതിൻ്റെ തന്നെ വൈറ്റ് കളറുണ്ട്. വൈറ്റ് കളർ കണ്ടോ? കണ്ടോ വൈറ്റ് കളറുണ്ട്. പിന്നെ വേറൊരു ചെമ്പരത്തിയാന്ന് തോന്നുന്നു, എനിക്കറിയാൻ വയ്യ. ചെമ്പരത്തി എൻ്റെ പേരൊന്നും അറിയത്തില്ല. ആണ് ചെമ്പരത്തിയാണ്, അറിയാൻ വയ്യ എൻ്റെ പേരൊന്നും. കണ്ടോ 1 2. പിന്നെ ഇവിടെ വേറൊരു പൂ വിളിച്ച് ഉണ്ട്. അങ്ങനെ ഇവിടെ കുറേ പൂവൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഇതാ എൻ്റെ പേര്. ഇത് കണ്ട പനിക്കൂർക്ക. പിന്നെ അതിൻ്റെ പേരെന്തായിരുന്നു? അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പിന്നെ ഉണ്ട് ഒരു ഓമയ്ക്കുണ്ട്. പിന്നെ ഇവിടെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു കുറേ ഇത് ശരിക്കും പറഞ്ഞ ഒരു ആത്തമരമായിരുന്നു. ആത്തയ്ക്ക് പണ്ട് പിടിക്കുമായിരുന്നു, ഇപ്പം പിടിക്കത്തില്ല. ഇതൊരു ആത്തമരമായിരുന്നു. ഇത് റോസ് തെറ്റി, ഇത് ആത്തമരമായിരുന്നു. ഇപ്പം പിടിക്കത്തില്ല, പണ്ട് പിടിക്കുമായിരുന്നു. പിന്നെ ഇവിടെ കുറേ തുളസി, ഉണങ്ങിയ തുളസിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഉണങ്ങിപ്പോയി വെയിലത്ത്. മുമ്പേ തണുപ്പായിരുന്നു, ഇപ്പോൾ വെയിൽ. ഇവിടെ ഒരു തുളസി ഉണ്ട്, ഇവിടെ ഒരു തുളസിയുണ്ട്. പിന്നെ അതുകൊണ്ട് അവിടെ ഒരു തുളസിയുണ്ട്. അതുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ തുളസിയുണ്ട്. അതുകൊണ്ടായിരുന്നു തുളസിയുടെ കുറേ ഉണ്ട് തുളസി. പിന്നെ ഇവിടെ ഒരു കരിയാപ്പിലയുണ്ട്. ഇവിടെയൊക്കെ ഒരു കരിയാപ്പിലയുണ്ട്. പിന്നെ പുറയിലോട്ട് പോവുകയാണെങ്കിൽ പുറയിലത്തെ സ്ഥലത്ത് പുറയിലോട്ട് പോകണം. അവിടെ ചേരയുണ്ട്. ഈ വീട്ടിലല്ല വേണ്ടേ, ഈ വീട്ടിൽ ചേരയുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് ചേര വരും. അതാ എനിക്കൊരു പേടി. പണ്ട് തൊട്ടേ ഉള്ളതായിരുന്നു ആ ചേര. ഇപ്പം അതിൻ്റെ കുഞ്ഞാണ് വന്നിരിക്കുന്നത്. അത് വൈകുന്നേരം വരത്തുള്ളൂ, പക്ഷെ ഇപ്പം വരുമെന്നൊരു പേടിയുണ്ട്. പുറകെ വരുവാണെങ്കിൽ ആണ്ട് ഇവിടെ ഒരു പച്ചമുളകുണ്ട്. പച്ചമുളകുണ്ട്. ഇനി ഇവിടെ വലിയ ഇതൊന്നും ഇല്ല. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു പച്ചമുളകുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു പച്ചയല്ലായിരുന്നു, ഇപ്പം റെഡാണ്ട്, റെഡ് കളർ. പിന്നെ മേളിയാണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന അത് ഫാഷൻ ഫ്രൂട്ടാണ്. ഉണ്ടോ? ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വ്ളോഗ് ചെയ്തായിരുന്നു. അതവിടെ ഫാഷൻ ഫ്രൂട്ട് ഇപ്പം ചെറുതായിട്ടൊക്കെ കളിക്കുന്നുള്ളൂ. അതിൻ്റെ സീസൺ ഇപ്പം ഇല്ല. അതിൻ്റെ ചെറുതായിട്ടൊക്കെ കളിക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഗാർഡൻ. പിന്നെ ഇപ്പുറത്തെ വീട്ടിൽ ഇനി ഇവിടെ ഒരു മരുന്നുണ്ട്. ഇവിടെ ഈ മുറിവൊക്കെ പറ്റത്തില്ലേ, അത് തേക്കുമ്പോൾ ഒരു മരുന്നുണ്ട്. ഞാനാ നട്ടയാണ്, ചുമ്മാ അമ്മയെ നട്ട്. അതുകൊണ്ടേ ഈ മരുന്ന് ഇപ്പം പറിക്കാൻ പറ്റുമോയെന്നറിയത്തില്ല. ഉണ്ടോ ഈ മരുന്ന് ഉണ്ടോ? അത് മുറിച്ച് നമ്മുടെ ഈ മുറിവുള്ളടുത്ത് തേച്ചാൽ അത് പെട്ടെന്ന് ഉണങ്ങും. പിന്നെ ഇവിടെ ഒന്നുമില്ല. ഇങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഹോം ടൂർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഹോം ടൂർ ഉടനെ ചെയ്യുന്നതായിരിക്കും. പിന്നെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് ഒരു കണ്ണിമാങ്ങ പിടിച്ച്. ഈ വീട്ടിൽ ആരും താമസമില്ല. ചുമ്മാ അല്ല ചേരുമായിരുന്നു. വീട്ടിൽ ആരും താമസമില്ല. അതുകൊണ്ട് വീട്ടിൽ ആരും താമസമില്ല. പിന്നെ
ഞാൻ ഒരു മുറിവ് ഉണക്കുന്ന ഒരു ചെടി പറഞ്ഞില്ല, അത് ഇപ്പുറത്തെ വീട്ടിലുണ്ട് കണ്ടോ. എൻ്റെ വീട്ടിലുണ്ട്, ഈ വീട്ടിലുണ്ട്. പിന്നെ ഇവിടെ എന്തുവാ, പിന്നെ ഇവിടെ ഒരു വെള്ള കളർ പൂവുണ്ട്. അതുകൊണ്ട് ഇത് ശരിക്കും വെള്ള കളർ പൂവായിരുന്നു. പിന്നെ ഇതുകൊണ്ട് അങ്ങനത്തെ ഒരു പൂവായിരുന്നത്. പിന്നെ ഇവിടെ വലുതായിട്ടൊന്ന്, പിന്നെ ഇവിടെ ഒരു റോസ് കളർ ഇതുണ്ട്. എന്തുവാ അതിൻ്റെ പേര്? അതിൻ്റെ ഇത് കണ്ട ഇതിൻ്റെ കൂട്ട് വന്നു കണ്ടോ. അല്ലാതെ പിന്നെ ഇവിടെ ഒന്നും ഇല്ല. ഒന്നും ഇല്ല. പിന്നെ ഇവിടെ ഉള്ളത് ഇത്രേ ഉള്ളൂ. പിന്നെ വേറെ ഇനി അവിടെ ഒന്നും ഇല്ല. പിന്നെ ഗാർഡൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ എന്തോ ചെയ്യും. പിന്നെ ഈ ചാനലിൽ ചാലഞ്ച് വീഡിയോസും വരുന്നതായിരിക്കും. ഉടനെ തന്നെ ഒരു ചാലഞ്ച് വീഡിയോസ് വരുന്നതായിരിക്കും. ഒരു ഹോർലിക്സിൻ്റെ ഒരു ചാലഞ്ച് വീഡിയോസ് വരുന്നതായിരിക്കും. എന്നുവെച്ചാൽ ടിന്നിലാണോ കൂടുതൽ ഹോർലിക്സ്, എന്താണെന്ന് വെച്ചാൽ വലിയ ടിന്നില്ലേ, ആ ടിന്നിലാണോ ഹോർലിക്സ് കൂടുതൽ, ഇത് ആ പാക്കറ്റിലാണോ എന്ന് പറഞ്ഞ് ഒരു വ്ളോഗ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ ഒരു വിസ്പർ ചാലഞ്ചും കൂടെ വരുന്നതായിരിക്കും. വിസ്പർ ചാലഞ്ച് മീൻസ് മറ്റേ എയർപോഡില്ലേ, ആ എയർപോഡ് വെച്ചിട്ട് നമ്മൾ ഒരു ഒരു ഇത് പറയാം. എന്താണെന്ന് വെച്ചാൽ ഒരു മ്യൂസിക് കേൾക്കും. അപ്പോൾ ഒരാൾ പറയുന്ന ഡയലോഗ് അത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, ഹെഡ്ഫോൺസ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ചാലഞ്ച് വരുന്നുണ്ട്. അപ്പം ചാലഞ്ച് വീഡിയോസ് വരുന്നതായിരിക്കും. ഗായ്സ്, ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇപ്പം തന്നെ 10 മിനിറ്റിക്കുള്ളം കണ്ടായി ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. അപ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.